വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഓൾ ഐസ് ഓൺ ബംഗ്ലാദേശി ഹിന്ദുസ് എന്നുള്ള ഹാഷ്ടാഗിന് ശേഷം ഇപ്പോൾ ഓൾ ഐസ് ഓൺ ബംഗാൾ ഹിന്ദുസ് എന്ന് പറഞ്ഞ ഹാഷ്ടാഗാണ് സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ് ആവുന്നത്. കേരളത്തിലൊന്നും ഒരു വാർത്ത പോലും ഇതിനെക്കുറിച്ച് ആരും കൊടുത്തിട്ടില്ല. ബംഗാളിൽ ഹിന്ദുക്കൾ കൂട്ടപ്പലായനം നടത്തുന്നു, ഹിന്ദു വീടുകൾ കത്തിക്കുന്നു, ഹിന്ദുക്കളെ ചുട്ടുകൊല്ലുന്നു. ഇതൊക്കെ ഒരു റിയാലിറ്റിയാണ്. മമതാ ബാനർജി അവിടെ കയ്യും കെട്ടി നിൽക്കുകയാണ്. മമതാ ബാനർജി കയ്യും കെട്ടി നിൽക്കുക, കാലും കെട്ടി നിൽക്കുക, എന്ത് വേണോ ചെയ്തോട്ടെ. പക്ഷെ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് കയ്യും കെട്ടി നിൽക്കുന്നത് എന്ന ശക്തമായിട്ടുള്ള ഒരു ചോദ്യം പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇത് ആദ്യമായിട്ടല്ല ബംഗാളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോഴും നരേന്ദ്രമോദി കയ്യും കെട്ടി നിൽക്കുകയാണ്. അപ്പൊ ഈ നരേന്ദ്രമോദിയെ വിശ്വസിക്കുക, എന്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്. അത് താങ്കളെ കുഴക്കുന്ന ഒരു ചോദ്യമാണ്, എങ്കിൽ ചോദിച്ചേ പറ്റൂ. കാരണം ഈ മോദിയെ വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് ഇനി മോദിയെ സപ്പോർട്ട് ചെയ്യുന്നത്, മോദിയെ വിശ്വസിക്കുന്നത്? ഇപ്പോ നമുക്കിതൊക്കെ പറയാം. അതായത് അവിടെ ഭരണം പിരിച്ചു വിടുന്നില്ല, രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താത്തത് BJP അതിനെതിരാണ്. ഓക്കെ ഫൈൻ. ഈ രാഷ്ട്രപതി ഭരണം നിങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഫാസിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് മാറുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഫാസിസം കാണിച്ചിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസ് സർക്കാരുമാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധി കാണിച്ചതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തലയിൽ മുണ്ടിട്ടുകൊണ്ട് ഓടും. അവരൊരു കൂസലും ഇല്ലാതെ ഞങ്ങൾ മതേതരത്വമാണ് പറയുന്നത്, ഞങ്ങളാണ് ലോകം കണ്ട ഏറ്റവും മികച്ച പാർട്ടി എന്ന് പറഞ്ഞ ഒരു സൈഡിൽ ഞെളിഞ്ഞു നടക്കുകയാണ്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി കയറിയ ശേഷം തന്റെ പ്രധാനമന്ത്രി സ്ഥാനം ചോദ്യം ചെയ്യാതിരിക്കാൻ ഒരു ബില്ല് ഇന്ദിരാഗാന്ധി കൊണ്ടുവരികയാണ്. അതായത് ഇന്ദിരാഗാന്ധിക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് എന്നെ കൊല്ലാം, ബിജുചേട്ടനെ കൊല്ലാം, കോടതി ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതെന്തോന്നാണ്? ഹിറ്റ്ലർ പോലും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ ഭരിച്ചിരുന്ന ഒരു നാടാണ്. അപ്പൊ ഇവിടെ ഒരു എന്താ പറയാ, ഇവിടെ ഒരു ജെനുവിൻ കോസ് ആണ്. ഇവിടെ ബംഗാളിൽ ഹിന്ദുക്കൾ വലിയ രീതിയിൽ പാലായനം ചെയ്യപ്പെടുന്നു. എത്ര നാളായി ഈ സംഭവം തുടങ്ങിയിട്ട് എന്നുള്ളത് നമുക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പറയാതിരിക്കാൻ യാതൊരുവിധ നിവൃത്തിയുമില്ല. BJPക്ക് കുറച്ച് ഹോൾഡുള്ള സ്ഥലം കൂടെയാണ് ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ BJPക്ക് MP മാരുണ്ട്, BJPക്ക് MLA മാരുണ്ട്, സുവേന്ദു അധികാരി ഇരിക്കുന്നുണ്ട്. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പീഡനം അനുഭവിക്കുന്ന 84 ഹിന്ദുക്കളുടെ കടകളെല്ലാം അവിടെ ഒറ്റയടിക്ക് ചുട്ടുകളഞ്ഞു. അവിടെ ചെന്നിട്ട് BJP പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് കോമ്പൻസേഷൻ തരുമെന്ന്. അങ്ങനെ പറയുകയാണ് ഇവർ ചെയ്യുന്നത്. പോട്ടെ, ഈ മുർഷിദാബാദിന് ശേഷം പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗാനാസിൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം തുടങ്ങി. അത് ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട്, പോപ്പുലർ ഫ്രണ്ടിന് ശേഷം പുതിയൊരു ഫ്രണ്ട് രൂപപ്പെട്ടിരിക്കുകയാണ്, ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഫ്രണ്ട്. ഇതെന്തുകൊണ്ടാണ് ഇത് നോക്കി നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊരു എന്താ പറയാ, ഇവിടെ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് ഒരു ലൈം ലൈറ്റിൽ വരണ്ടേ? അല്ലെങ്കിൽ ഇനി ഹിന്ദുക്കളെ തിരിച്ചടിക്കുമ്പോ വലിയ രീതിയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ജഗദീഷ്, ഞാൻ ബിജുചേട്ടൻ്റെ അയച്ചിരുന്നല്ലോ, അത് കണ്ടായല്ലോ. ജഗദീഷ് ഇരുന്ന് ഒരു വാർത്തയിൽ പറയുന്ന കേട്ടായിരുന്നു. നമ്മളെ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുകയാണല്ലോ. അയാൾ പറയുന്നത്, നിങ്ങൾ 67 പേരെ കൊന്നില്ലേ, നിങ്ങളല്ലേ തുടക്കമിട്ടത്, ഞങ്ങൾ അതുകൊണ്ടല്ലേ തിരിച്ചു കൊന്നത് എന്നൊക്കെ ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത് കൊണ്ടാണ് ഇവിടെ കലാപം ഉണ്ടാവുന്നതെന്നാണ് ഇയാൾ പറയുന്നത്. ഓക്കെ ഫൈൻ. അപ്പോ 67 പേരോ, ഇപ്പൊ 86 പേരോ, 96 പേരോ, 100 പേരോ, മരിക്കുന്നവൻ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തിരിച്ചടിയേ നടക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. മരിക്കുന്നവൻ മരിച്ചു വീണുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു വിഭാഗത്തിലെ ജനങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല. പോരാത്തതിന് ഞാൻ പറയട്ടെ, പച്ചയ്ക്ക് പറയുകയാണ്, ചുട്ട് കൊന്നേക്കാൻ പച്ചയ്ക്ക് പറയാണ്. കബീർ ഖാൻ എന്ന് പറയുന്ന അയാൾ പറയുകയാണ്, കുറച്ച് വീടുകളൊക്കെ നിങ്ങൾ പോയി തീയിട്ടോ എന്ന് പറയുകയാണ്. കുറച്ച് വീടുകളൊക്കെ നിങ്ങൾ തീയിട്ട് കുറെ പേര് സാക്രിഫൈസ് ചെയ്യട്ടെ. അത് ഹിന്ദു മുസ്ലിങ്ങൾ എന്നാണോ എന്ന് എനിക്കറിയില്ല. അയാൾ ഹിന്ദുക്കളെയാണോ മുസ്ലിങ്ങളെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ മാധ്യമങ്ങൾ വായും കെട്ടി ചുമ്മാ ഇരിക്കണോ? ഇയാൾ ഇങ്ങനെ പറയുന്നുണ്ട് എന്ന് പറയാ, അത് വായും കെട്ടി. ഇവിടെ വലിയ മതേതരത്വവും മറ്റതും മറിച്ചതും ഒക്കെ പറഞ്ഞ് വലിയ ഞെളിഞ്ഞ് നടക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിന് മറുപടി? എനിക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആക്ച്വലി ഞാനൊരു മൊത്തത്തിലൊരു ബ്ലാങ്ക് അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആദ്യം എനിക്ക് അറിയേണ്ടത് എന്തുകൊണ്ടാണ് മോദി ഇതിൽ അനങ്ങാത്തതെന്നാണ്. അതിൽ നമുക്ക് തുടങ്ങാം. ഞാൻ 26 വർഷമായിട്ട് ഈ മാധ്യമപ്രവർത്തന രംഗത്തുണ്ട്. 26 വർഷം ചെറിയൊരു വർഷമല്ല, നൂറ്റാണ്ടാണ്. അതിലെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കേണ്ടത് വന്നത് ഹിന്ദുക്കൾ തന്നെയാണ്. അതായത് ഞാൻ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലെ കഥയാണ് പറഞ്ഞത്. അതിന് മുമ്പത്തെ 1921 കഥയൊന്നും എനിക്ക് അറിയില്ലല്ലോ. ഇത് ഞാൻ നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ അതെല്ലാം നമ്മുടെ ന്യൂസ് ഡെസ്കിലെ മൂലയ്ക്ക് തള്ളുന്ന വാർത്തകളാണ്. പകരം എവിടെയെങ്കിലും ഒരു ന്യൂനപക്ഷം പീഡിപ്പിക്കപ്പെടുകയാണല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും നോക്കിയാലോ, അത് വലിയ വാർത്തയായിട്ട് പർവ്വതീകരിച്ച് പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു രീതി ഉണ്ട്. സംഘപരിവാറിനും BJPക്കെതിരെ മാധ്യമങ്ങൾ തിരിയുന്നത് ആദ്യമല്ല. ഈ പ്രസ്ഥാനം, BJP എന്ന പ്രസ്ഥാനം രൂപപ്പെടുന്ന അന്നു മുതൽ തന്നെ ഇവരെല്ലാവരും എതിരാണ്, സംഘത്തിനെതിരാണ്, BJPക്കെതിരാണ്.
അപ്പോ വലിയ രീതിയിൽ ഈ രാജ്യത്ത് പീഡനം ഏറ്റുവാങ്ങുന്ന ഒരു വിഭാഗം ഹിന്ദു വിഭാഗമാണ്. അവരുടെ വാർത്തകൾ നൽകുന്നില്ല, അല്ലെങ്കിൽ അത് പുറംലോകം അറിയരുത്. പകരം അവൻ ഗതികെട്ട് എന്തെങ്കിലും തിരിച്ചു ചെയ്താൽ, അല്ലെങ്കിൽ അവൻ പ്രതിരോധിച്ചു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയായി മാറുകയും ചെയ്യും. ഈ ഗോദ്ര കലാപം ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു? ആ ഒരു ട്രെയിൻ കത്തിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമാണ്. കാരണം ഒരു മനുഷ്യന് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് കഴിയുമ്പോൾ അവൻ ആ പരിധി ലംഘിച്ച് അപ്പുറത്തേക്ക് പോകും. അവിടെയും ധനുഷ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് BJP ആണ് ഗുജറാത്ത് ഭരിച്ചിരുന്നത്. ആ BJP-യുടെ ഒന്നും കൈ നിന്നില്ല ആ സംഭവം. അക്രമം തിരിച്ചടി തുടങ്ങിയപ്പം BJP-ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് പറയുന്നത് നരേന്ദ്രമോദി കണ്ണടച്ചു എന്നൊക്കെ പറയുന്ന കഥകൾ വരുന്നത്. അതായത് തിയറികളാണ്, കോൺസ്പിറസി തിയറികളാണ്. നമുക്ക് അറിയില്ല കണ്ണടച്ചു അല്ല, കാതടച്ചു ഇതിലൊരു നമുക്കറിയില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, കേരളത്തിലെ പല രാഷ്ട്രീയ നിരീക്ഷകരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏത് സ്ഥലത്തായിരുന്നാലും ഭരണകൂടം എന്ന് പറയുന്ന സാധനം നിഷ്പ്രഭമാകും. ഭൂരിപക്ഷം നിയമം കയ്യിലെടുക്കുകയാണെങ്കിൽ, അങ്ങനെ അങ്ങനെ ഒരു സ്ഥലത്ത് സംഭവിക്കാതിരിക്കട്ടെ, പല മുസ്ലിം രാജ്യങ്ങളിലും സംഭവിക്കുന്നതാണ്. ഭൂരിപക്ഷം നിയമം, ഇപ്പൊ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, 100 കോടി മുസ്ലിങ്ങൾ നമ്മുടെ ഹിന്ദുക്കൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഈ 100 കോടി ഹിന്ദുക്കൾ നിയമം കയ്യിലെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഇപ്പൊ പാകിസ്ഥാനിൽ ഒരു ഭരണഘടനയുണ്ട്. പാകിസ്ഥാനിലുള്ള ഭരണഘടന അവിടെ മുസ്ലിങ്ങൾ 97%, കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത ചെയ്തല്ലോ, 97% മുസ്ലിങ്ങളാണ്. ആയപ്പോൾ ആ ഭരണഘടന അവരെടുത്ത് തോട്ടിക്കളഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ ശരീരത്ത് നിയമം മതി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ KK മുഹമ്മദ് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അതും കൃത്യമായിട്ട് ഈ അവസരത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കണം. KK മുഹമ്മദ് പറഞ്ഞത് ഇന്ത്യ സെക്യുലറായി നിൽക്കുന്നത് ഇവിടെ ഹിന്ദുക്കൾ മെജോറിറ്റി ആയി നിൽക്കുന്നത് കൊണ്ട് മാത്രമാണെന്നാണ് പറയുന്നത്. അപ്പോ ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ആണെന്ന് തോന്നുന്നു, ഒരു വേളയിൽ അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ ഉണ്ടപ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടു, ഈ ഭൂരിപക്ഷം ഇളവിയാൽ പിന്നെ ഒരു കാര്യവുമില്ല, ഒരു ഭരണകൂടത്തിനും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അങ്ങനെ ഒരിടത്തും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ്. ഞാനും അത് തന്നെയാണ് പറയുന്നത്. ഇവിടെ മോദി ഒരു ഒരു വിഷയമേ അല്ല. ഇപ്പോ ഇവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്ക് അതിശയകരമായി തോന്നിയ ഒരു കാര്യം, ഈ മൂർഷിദാബാദില് 3 പേര് കൊല്ലപ്പെട്ടു. അതിൽ 2 പേര് CPM-കാരാ. ഈ മൂർഷിദാബാദ് അടക്കമുള്ളിടത്ത് CPM ഏരിയകളാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ആ പലായനം ചെയ്തൊരു BJP-ക്കാരും വിശ്വപരിഷത്തുകാരൊന്നും അല്ല, CPM-കാരാ, സഖാക്കളായിരുന്നു. കാരണം ഇപ്പോഴും CPM-ന്റെ ശക്തിയൊന്നും ബംഗാളൊന്നുമില്ല. അവർക്ക് 4.61% വോട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അവരുടെ തുരുത്തുകളുണ്ട്, പാർട്ടി ഗ്രാമങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട്. ഈ മുസ്ലിംസ് കൂടുതലുള്ള ഏരിയകളിലൊക്കെ CPM ആണ് കൂടുതൽ, BJP-ക്കാരല്ല അവിടെ. CPM തൃണമൂൽ സംഘർഷം വരികയും ഈ മുസ്ലിംസും അവരുടെ നയിക്കുന്ന മാഫിയ ഗാങ്സും എല്ലാം കൂടി TMC-യിലോട്ട് പോകും, തൃണമൂൽ കോൺഗ്രസിലേക്ക് പോകും. ബാക്കി അവിടെ അവശേഷിക്കുന്നത് ഈ പറയുന്ന ഈ CPM-കാരാണ്. അവര് രഹസ്യമായിട്ട് ചിലപ്പോൾ താമരയ്ക്ക് കുത്തുമായിരിക്കും, അതെനിക്കറിയില്ല. കാരണം BJP-ക്ക് അവിടെ വോട്ട് കൂടുന്നുണ്ട്. കാരണം നിക്കക്കളിൽ എല്ലാവരും അങ്ങനെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ആ 2 പേര് CPM-ന്റെ പാർട്ടി മെമ്പർമാരാണ് ആ കൊല്ലപ്പെട്ടവര്. അവരെയാണ് ഈ വലിച്ചഴിച്ച് കൊണ്ടുപോയി വീട്ടിനകത്തിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തും. CPM-ന്റെ ഏതെങ്കിലും ഒരു സഖാവ് ഒരു പോസ്റ്റ് ഇടുന്നത് ഞാൻ കണ്ടില്ല. എന്തിന് ബംഗാളിനെ കുറിച്ച് പോലും ഒരു പോസ്റ്റ് ഇപ്പൊ ആരും ഇടാറില്ല. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല്, ഗോദ്രയില് BJP ഭരിച്ചുകൊണ്ടിരുന്ന ഒരു സംസ്ഥാനമാണ്. നരേന്ദ്രമോദി ഒരു ഭരണാധികാരി അധികാരത്തിലേറിയിട്ടൊന്നും അത് ജനം നോക്കില്ല. കാരണം ഈ അടികെട്ടി സഹിച്ചു കഴിയുമ്പോൾ ഇന്നെന്താണ് ഇപ്പൊ പശ്ചിമ ബംഗാളിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇപ്പൊ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ് പശ്ചിമ ബംഗാളിൽ. കാരണം വിവിധ ഹൈന്ദവ സംഘടനകൾ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു, ഗോദ്ര ആവർത്തിക്കും, ഞങ്ങൾ തിരിച്ചടിക്കും. പലായനം ചെയ്തോട് പബ്ലിക്കായിട്ട് അവിടുത്തെ നേതാക്കന്മാർ, BJP-യുടെ അടക്കം നേതാക്കന്മാർ പറഞ്ഞു, നിങ്ങൾ ദിവസം വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ തിരിച്ച് താമസിപ്പിച്ചിരിക്കും എന്ന് പറയുന്നു. ഈ ത്രിപുരയിൽ എന്താണ് ഇവർ അക്രമം നടത്തിയിട്ട് വിജയിക്കാതെ പോയത്? ഒറ്റ ദിവസം അക്രമം നടത്തിയുള്ളൂ, വാരി വലിച്ചിട്ട് ഒട്ടിച്ചു. അവിടെ ആസാമിൽ ഒറ്റ ദിവസമേ നടത്തിയുള്ളൂ, മണി വലിച്ചിട്ട് ഒട്ടിച്ചു. കാരണം അവിടെ BJP-ആണ് ഭരിക്കുന്നത്. പക്ഷെ ഇത് മമതാ ബാനർജി ഭരിക്കുന്നു. മമതാ ബാനർജി സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് ഈ കലാപവുമായി ബന്ധപ്പെട്ടു. മമതാ ബാനർജി പറഞ്ഞത് ഒരു മുസ്ലിംസും ഇതാക്കണ്ട, നിങ്ങളുടെ സ്വത്തിന് ഞാൻ ജീവൻ കളഞ്ഞും നിങ്ങളോടൊപ്പം നിൽക്കും, എന്തിനും, ആരെ തടയാൻ ആരെ കൊല്ലാൻ ഞാൻ നിൽക്കും എന്ന് പറഞ്ഞ് സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രി അക്രമത്തിന്റെ മുൻനിരയിൽ അവർ പറയുകയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് പോരാടിക്കോളൂ, നിങ്ങളൊപ്പം ഞാനുണ്ട് എന്ന് പറയുന്നു. രണ്ടാമത്തെ ഈ പറയുന്ന കർണാടക, ധനുഷ് നേരത്തെ സൂചിപ്പിച്ച കർണാടകയിലെ MP പറയുന്നു, ഹിന്ദുക്കളുടെ വീട് കത്തിച്ചോളൂ, ഒന്നൊടുക്കിക്കോളൂ, കുഴപ്പമില്ല എന്ന് പറയുന്നു. ഇനിയിപ്പോ പുതിയതായിട്ട് വന്നിട്ട്, പുതിയ സംഘടനയല്ലത്, ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ആസാമിൽ രൂപം കൊണ്ട സംഘടനയാണ്. ആസാമിലടക്കം അവർക്ക് ഈ വർക്കേഴ്സ് ഉള്ള ഒരു സംഘടനയാണ്. അതിന്റെ നേതാവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ 50 കോടി ഹിന്ദുക്കളെ കൊല്ലണം എന്നാണ് ആ സംഘടനയുടെ ലക്ഷ്യം തന്നെ. അവർ പരസ്യമായി പ്രസ്താവിച്ച കാര്യമാണ്, 50 കോടി ഹിന്ദുക്കളെ കൊല്ലണം എന്ന് പറഞ്ഞ സംഘടനയാണ്. SDPIക്കാർക്ക് ഇതിൽ പങ്കുണ്ട്. ഈ ബംഗാളിൽ നടന്ന ഈ കലാപത്തിലും. ഒപ്പം തന്നെ അവരെന്തുകൊണ്ടാണ് കേരളത്തിൽ കലാപത്തിന് ശ്രമിക്കാത്തതെന്ന് വെച്ചാൽ അവരിയ്ക്കുന്ന ഇരിപ്പിടം പോകും, അതിനവർക്ക് ഭയമുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ അവർ ചെറിയ പ്രകടനമൊക്കെ നടത്തി വെല്ലുവിളിയൊക്കെ നടത്തിപ്പോകും. കേരളത്തിൽ അവർ അക്രമത്തിലേക്ക് തിരിയില്ല. കാരണം കേരളത്തിൽ അവരെവിടെങ്കിലും ഇതേപോലെ അക്രമത്തിലേക്ക് തിരിഞ്ഞാൽ അതോടുകൂടി മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ അവർക്ക് ഒരു എതിർപ്പ് നേരിടേണ്ടി വരും. അവർ തന്നെ ഇവരെ പൂർണ്ണമായി തള്ളിക്കളയേണ്ട സ്ഥിതി വരും. നിലവിൽ ഈ പോപ്പുലർ ഫ്രണ്ടുകാർ അകത്ത് പോയതോടുകൂടി മുസ്ലിം സമുദായത്തിൽ, അതായത് നല്ലവരായ മുസ്ലിം വിഭാഗം
അവരിൽ നിന്നൊരു അകൽച്ച കീപ്പ് ചെയ്യുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിൽ നിന്ന്. ഈ കേരളത്തിൽ എങ്ങാനും ഒരു വല്ല വണ്ടിക്ക് കല്ലെറിയോ വല്ല സർക്കാർ ഓഫീസിന് കല്ലെറിയോ വല്ല പേക്കൂത്രങ്ങൾ കാണിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായി തന്നെ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ ഒരു പ്രതിഷേധം ഉടലെടുക്കും. ഈ മതേതരമൊക്കെ ഹിന്ദു മാറ്റിവെക്കും. ഹിന്ദു എന്നല്ല, മതേതര ഹിന്ദു അതൊക്കെ മാറ്റിവെക്കേണ്ടി വരും. അപ്പം എവിടെ നമുക്കറിയാം ഇനിയിപ്പം ഈ പലായനം ചെയ്ത് എവിടെ ഹിന്ദുവിന് എവിടെയാണ് പലായനം ചെയ്ത് പോകാനൊരു ഇടമുള്ളത്? എവിടെ പോകും? മുസ്ലിമിനെ നമ്മൾ ഇന്ത്യ മാത്രമേ ഉള്ളൂ. പലായനം ചെയ്ത് നമുക്ക് തമാശക്കെങ്കിലും പറയും നിങ്ങൾ പാകിസ്ഥാനിൽ നിങ്ങൾക്ക് പോകാൻ പാകിസ്ഥാൻ ഉണ്ടല്ലോ നിങ്ങൾ ചോദിക്കുന്നവരുണ്ട്. ഇത് എവിടെ പോകാനാണ്? എങ്ങും പോകാനല്ല. അപ്പൊ അവന് നിലനിൽപ്പിന് വേണ്ടി പോരാടിയേ പറ്റൂ. ജനിച്ച മണ്ണും ഇത്ര നാളത്തെ അവന്റെ ഉപജീവനവും ജീവിതവും കളഞ്ഞിട്ട് ആരെങ്കിലും പേടിച്ച് പോകാൻ പറ്റുമോ? പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സമയത്താണ് ഗുജറാത്തിൽ ഈ സംഘർഷം ഉണ്ടായത്, കലാപം ഉണ്ടായത്. ഗോദ്രെ കലാപം ഉണ്ടായതിന് സമാനമായ സമയത്ത് തന്നെ അഹമ്മദാബാദ്, അതിന് തൊട്ട് പിന്നാലെ ആദ്യം കലാപം ഉണ്ടാകുന്നത് അഹമ്മദാബാദിലാണ്. കാരണം എല്ലായിടത്തെയും ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കള് ഈ ഈ ഒരു ഭീകരാവസ്ഥയിൽ ഇങ്ങനെ മനസ്സ് മടുത്ത് നിൽക്കുകയാണ്. അവനൊരു തിരിച്ചടിക്ക് അവന്റെ മനസ്സ് പാകമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ RSS ബജരംഗളൊന്നും അല്ല കയറി അടിച്ചത്. അതേപോലെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പൊ ബംഗാൾ നിൽക്കുന്നത്. ഇവിടെ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ ഒരാൾക്ക് ഭരണകൂടത്തിന്റെ ഒരു വീഴ്ച, ഈ ഹിന്ദുക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്ത് തിരിച്ചടിക്ക് ഒരുങ്ങി നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ ഭരണകൂടത്തിന്റെ ഒരു വീഴ്ചയല്ലേ? കാരണം നമ്മൾ ഇവിടെ ഒരു കലാപം നടക്കുന്നു, ആ കലാപം നടക്കുമ്പോൾ കലാപത്തിൽ ബാധിക്കപ്പെട്ടവരെ കൃത്യമായിട്ട് സർക്കാർ അഡ്രസ് ചെയ്യാതിരിക്കുക, ആ കലാപത്തിൽ ബാധിക്കപ്പെട്ടവരെ സർക്കാർ തള്ളിപ്പറയുക, ആ കലാപം നടന്നോട്ടെ എന്നുള്ള രീതിയിലുള്ള സർക്കാരിന്റെ ആ ഒരു ലൈൻ, ആ ഒരു ഇപ്പൊ മമതാ ബാനർജി കാണിക്കുന്നുണ്ടല്ലോ, അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പച്ചയ്ക്ക് പറയുകയാണ്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ പ്രതിരോധമല്ലാതെ വേറൊരു മാർഗമല്ല. ഈ കേന്ദ്ര സർക്കാർ എന്താ തിരിഞ്ഞു നോക്കാത്ത ഈ ഒരു സാഹചര്യത്തിൽ? കേന്ദ്രമെങ്കിലും അറ്റ്ലീസ്റ്റ് തിരിഞ്ഞു നോക്കണ്ടേ ചോദിച്ചോട്ടെ? കേന്ദ്രം എന്താ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത്? അതിലേക്ക് ഞാൻ വരാം. ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഒന്ന്, നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ സംവിധാനത്തിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സംസ്ഥാനങ്ങളെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ ആയാലും നമ്മൾ പറയാറുണ്ട്, ഈ പിണറായിയും കോൺഗ്രസും ഇരിക്കുമ്പോഴാണ് ഇവിടെ ഈ മതതീവ്രവാദികൾ ഈ കിടന്ന് വിളയുന്നത്. നേരെ മറിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നത് സംഭവിക്കില്ല എന്ന്. അപ്പോ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ലോ ആൻഡ് ഓർഡറിന്റെ ചാർജ് ഉള്ളത് സംസ്ഥാനങ്ങൾക്ക് തന്നെ. അതിന്റെ നഷ്ടപ്പെട്ടു എന്നൊരു റിപ്പോർട്ട് പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്ന് പോകുമ്പോൾ മാത്രമാണ് അത് സെൻട്രൽ ഗവൺമെന്റിന് ഏറ്റെടുക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ മോദിയും ഈ മമതയും തമ്മിൽ നിൽക്കുന്നത്. നമുക്കിപ്പോ തോന്നും നരേന്ദ്രമോദി ശക്തനാണ്, വലിയ ഭരണാധികാരിയാണ്, പ്രധാനമന്ത്രിയാണെന്ന്, അദ്ദേഹത്തിന് ഇടപെട്ടി ഒരു അടിച്ചൊതുക്കിക്കൂടെ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ആ സ്റ്റേറ്റിന്റെ ലോ ആൻഡ് ഓർഡർ ആണ്. ഇവിടെ എന്തുകൊണ്ടാണ് പട്ടാളത്തിന് വരേണ്ടി വന്നത്? പട്ടാളത്തിന് അവിടെ വരേണ്ടി വന്നത് ഹൈക്കോടതി പറഞ്ഞതുകൊണ്ടാണ് കൊൽക്കത്തയിൽ പട്ടാളം ഇറങ്ങേണ്ടി വന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റേറ്റിന് ആവശ്യപ്പെടാതെ ഈ അവിടെ സേനയെ എത്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കുന്ന നിൽക്കുന്ന അങ്ങോട്ട് 10 സേന പൊക്കോട്ടെ എന്ന് പറയാൻ കഴിയില്ല. ഇതിനിടയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ കഴിയുമ്പോൾ വലിയൊരു കാര്യം ചെയ്തു, അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. ബംഗാളിലടക്കം BSFന് 50 കിലോമീറ്റർ ദൂരപരിധി കൊടുത്തു. അതിന് വലിയ പ്രതിഷേധമാണ്. ഇന്നും അവിടെ BSFന്റെയും നമ്മുടെ സേനയ്ക്കൊന്നും ബിൽഡിംഗ് കെട്ടാനുള്ള സ്ഥലം മമത കൊടുത്തിട്ടില്ല. അത് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്, തന്നില്ലെങ്കിൽ ഞങ്ങൾ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് 50 കിലോമീറ്റർ, അതായത് അതിർത്തി 50 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി BSFന് പെട്രോളിംഗ് നടത്താൻ മാത്രമല്ല പ്രതികളെ പിടിക്കാനും അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനുള്ള അവകാശം കൊടുത്തു. അത് ഈ നരേന്ദ്രമോദി സർക്കാർ, രണ്ടാം നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ കൊണ്ട നിയമമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധമുണ്ടായ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഈ വെസ്റ്റ് ബംഗാളാണ്, പശ്ചിമ ബംഗാളാണ്. മമതയാണ് പ്രതിഷേധം ഉയർത്തിയത്. പഞ്ചാബിൽ പ്രതിഷേധം ഉണ്ടായിരുന്ന 1-2 ദിവസത്തെ പ്രതിഷേധം കൊണ്ട് അവർ നിർത്തി. ഗുജറാത്ത് ബോർഡർ ഷെയർ ചെയ്യുന്ന സംസ്ഥാനമാണ്. രാജസ്ഥാൻ ബോർഡർ ഷെയർ ചെയ്യുന്ന സംസ്ഥാനമാണ്. ജമ്മു കാശ്മീർ ബോർഡർ ഷെയർ ചെയ്യുന്ന സംസ്ഥാനം, നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ബോർഡർ ഷെയർ ചെയ്യുന്ന സംസ്ഥാനമാണ്. ഇവിടെയുള്ള BSF മുമ്പ് അവർക്ക് BSFന് 10 കിലോമീറ്റർ ആയിരുന്നു ദൂരപരിധി കൊടുത്തത്, പെട്രോളിങ്ങിനും ഈ പ്രതികളൊക്കെ ചാടി ഓടിയൊക്കെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം നടന്നാൽ ഇടപെടാനാണ്. ഇപ്പൊ അത് 50 കിലോമീറ്റർ ആക്കി. ഇതിനെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധിച്ച മമതയാണ്. കാരണം അതിർത്തി ജില്ലകളാണ് ഈ മുർഷിദാബാദ് അടക്കം, ഈ അതിർത്തി ജില്ലകളാണ് ഈ വിഷയം മുഴുവൻ നടക്കുന്നത്. അതായത് റോഹിംഗ്യകളും കടന്നു കയറിയ ബംഗ്ലാദേശികളും അടക്കം അവിടെ കുടിയിരുത്തി വോട്ടേഴ്സ് കാർഡും എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തി ഇതാണ്. അപ്പൊ ഇവിടെ സമഗ്രമായി ഇടപെടേണ്ടത് ഈ പറയുന്ന ഈ മമതാ ബാനർജി സർക്കാർ തന്നെയാണ്. ഇവിടെ കേന്ദ്രത്തിൽ സർക്കാരാണ്. കേന്ദ്രത്തിൽ പെട്ടെന്ന് വന്നിട്ടൊരു നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. ഇനി രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ ആത്യന്തികമായ ഫലം എന്തെന്ന് വെച്ചാൽ മറ്റൊരു ഗോദ്ര ആയിരിക്കും ബംഗാളിൽ സംഭവിക്കുക. അതൊരു ഒന്നൊന്നര കലാപമായി മാറും. കാരണം ബംഗാളിന്റെ അവസ്ഥ ഏതാണ്? രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന് പൊളിറ്റിക്കലി, കാരണം ഇലക്ഷൻ വരിക അടുത്ത വർഷം. ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതിൽ നിന്നൊരു മുതലെടുപ്പ് നടത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഗ്രഹിക്കും. അവരുടെ ഒരു പിന്തുണ ഈ കലാപത്തിന് ഉണ്ടാകുകയും ചെയ്യും. ഈ കലാപം ബംഗാളിൽ ഒതുങ്ങി നിൽക്കില്ല. ത്രിപുരയിലും അസാമിലും ബീഹാറിലും UP-യിലും അടക്കം ഇതുണ്ടാകും. ഇതിന്റെ ഒരു തിക്തഫലം എന്താണെന്ന് വെച്ചാൽ ഒടുവിൽ ഇത് ബംഗ്ലാദേശ് ഇന്ത്യ ഒരു കലാപമായിട്ട് ഇത് മാറും. അതിനധികം വൈകില്ല. കാരണം ഇത് അങ്ങനെയാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത്. കാരണം ഇവിടുത്തെ കലാപകാരികൾ ഗ്രേറ്റർ ബംഗ്ലാദേശ് രൂപീകരിക്കാനാണ് ഈ കലാപത്തിൽ പങ്കെടുക്കുന്നതെന്ന് BJP ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. സുവേന്ദു അധികാരി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഗ്രേറ്റർ ബംഗ്ലാദേശ്, കാരണം ബംഗ്ലാദേശിന് അവരുടെ രാജ്യം വികസിപ്പിക്കാൻ ഇന്ത്യയുടെ ബംഗാൾ കൂടെ വേണം എന്ന് അവിടുത്തെ ഭീകരവാദി നേതാക്കൾ പറഞ്ഞിരുന്നു. നമ്മളിവിടെ വാർത്ത ചെയ്തിരുന്നതാണ്. അപ്പൊ ഗ്രേറ്റർ ബംഗ്ലാദേശ് ലക്ഷ്യമാക്കി അവരും
ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രോക്സികൾ, SDPI, അതുപോലെ തന്നെ ഇതിൽ നിന്ന് നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കളാണ്. നേരത്തെ പറഞ്ഞ MP കോൺഗ്രസിന്റെ MP കർണാടകയിലെ. അങ്ങനെ ആ MP മാരും നേതാക്കന്മാരും രംഗത്തിറങ്ങി ആഹ്വാനം നൽകുക. അതായത് അങ്ങോട്ട് എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞ കാര്യം, ഈ ബംഗാൾ കലാപത്തെ കുറിച്ചുള്ള വാർത്തകൾ നൽകുമ്പോൾ അതിന് താഴെ വന്നിട്ട് അതിൽ സന്തോഷിക്കുകയും അർമാദിക്കുകയും ചെയ്ത് കമന്റ് ഇടുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട്. നന്നായി, അവന്മാർക്ക് കിട്ടണമെന്നുള്ള. സത്യത്തിൽ അവിടെ മരിച്ചു വീണതൊന്നും BJP-കാരല്ല, RSS-കാരോ വിശ്വദ്വേഷക്കാരൊന്നും അല്ല, CPM-മാരാ മരിച്ചത്. എന്നാൽ പോലും അവിടെ ഇവിടെ അർമാദിക്കുകയാണ്. പക്ഷെ ഇത് തിരിച്ചു കിട്ടുമ്പോൾ ഈ അർമാദം ഉണ്ടാവില്ല. അപ്പൊ ഇരവാദം മുഴക്കും. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നീങ്ങില്ല. കാരണം അതൊരു വലിയ തിരിച്ചടിയിലേക്ക് പോകുമെന്നുള്ള കാര്യം 100% ഉറപ്പ്. കാരണം ഈ ഒരു രാജ്യത്ത് ഇനി കാരണം RSS വലിയ അമർഷം പല കാര്യങ്ങൾക്കും ഉണ്ട്. ഇങ്ങനെ അടക്കി ഒതുക്കി മുമ്പോട്ട് പോവുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കേസായിട്ട് ഹൈന്ദവ സംഘടനകൾ പലവട്ടം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ UP അടക്കമുള്ള ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, അസാമിലൊക്കെ BJP ഭരണം ഇരിക്കുന്നുണ്ട്. അവിടെ ലോ ആൻഡ് ഓർഡർ കൃത്യമായിട്ട് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ കലാപങ്ങളോ കാര്യങ്ങളോ ഒന്നും UP-ന്ന് കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യില്ല. കാരണം അവിടെ തലപൊക്കി കഴിഞ്ഞ യോഗി ആ തലമണ്ട അടിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അവിടെ ഈ പരിപാടിയൊന്നും നടക്കാത്തത്. പകരം ഈ BJP ഭരിക്കാത്ത സ്റ്റേറ്റുകളാണ്. ഇതിനെതിരെ RSS-ന്റെ ഒരു പ്രമേയം ഉണ്ടായിരുന്നു. അവരുടെ ഒരു സമന്വയമായിട്ടൊക്കെ അവർ പാസ്സാക്കിയ പ്രമേയത്തിൽ പറഞ്ഞ ഹിന്ദുക്കൾ വലിയ രീതിയിൽ തന്നെ ഭീഷണി നേരിടുന്നു, രാജ്യത്തിനകത്തും പുറത്തും നിന്നും. അവർ ബംഗ്ലാദേശിന്റെ പ്രശ്നം പറഞ്ഞിരുന്നു, കാലിഫോർണിയയിലെ ക്ഷേത്ര ആക്രമണം, അങ്ങനെ കുറെ ഇഷ്യൂസ് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതിന്റെ ആത്യന്തികമായ ഫലം ഒരു വലിയ തിരിച്ചടി ആയിരിക്കും. അത് കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ മുർഷിദാബാദിൽ അടക്കം കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുകയും ഇന്നലെ രാത്രി മുതൽ അവിടെ സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷെ മുർഷിദാബാദിന് പകരം ഈ TMC-ക്ക് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് ഈ ഫർഗാന 24 സൗത്തും നോർത്തും. അവിടെ BJP-ക്ക് 3 MP-മാരുണ്ട്. അപ്പം ഈ ഭാഗത്ത്, അത് നോർത്തിലാണ്. അപ്പം ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംഘർഷമൊക്കെ ഉണ്ടായത്. ഈ ഫർഗാനെ 24 സൗത്ത് ഫർഗാന തനിച്ച് ഓർമ്മയുണ്ടാകും. പണ്ട് അവിടെ അസീം ഖാൻ നിന്നിട്ട് ED ഉദ്യോഗസ്ഥന്മാരെ ഒക്കെ കല്ലെറിഞ്ഞു പിടിച്ച് കൊല്ലാൻ പോയത്. അവിടെയാണ് ഒരു ഗ്രാമം സ്ത്രീകളെ മുഴുവൻ TMC-കാർ പീഡിപ്പിച്ചത്. അങ്ങനെ കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സംസ്ഥാനം, നിലനിൽപ്പിന് വേണ്ടി തറരാഷ്ട്രീയങ്ങളിലേക്ക് ഒരു മുഖ്യമന്ത്രി, അങ്ങനെ ഉള്ളിടത്തേക്ക് കേന്ദ്രത്തിന് ഇപ്പം നേരിട്ട് ഇടപെടുക എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു വകുപ്പില്ല. പലരും കരുതുന്ന പോലെ സിനിമയിലെ കാണുന്ന പോലെ ഇപ്പം ലാലേട്ടനെ വിളിക്കുമ്പോൾ ലാലേട്ടൻ തോക്കുമായിട്ട് ഇറങ്ങി വരുന്ന കേന്ദ്രത്തിന് അങ്ങനെ വരുന്നതിന് കുറെ പരിമിതികളുണ്ട്. നമുക്ക് പെട്ടെന്ന് വരാൻ വേണ്ടി ഒന്നുകിൽ ഗവർണർ അതിന് കൊടുക്കണം. നമുക്ക് ഇന്നലെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് CV ആനന്ദ ബോസ് ഈ പറയുന്ന മുർഷിദാബാദിന്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കൺട്രോൾ ഏറ്റെടുക്കുന്നത്. പക്ഷേ അദ്ദേഹം റിപ്പോർട്ട് നൽകുമായിരിക്കാം. അങ്ങനെയെങ്കിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട്, എന്തായാലും ഡിസ്മിസിലേക്ക് പോകില്ല, സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഈ ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇത് നീട്ടിക്കൊണ്ട് പോകുന്നത്. ഏതായാലും മണിപ്പൂരിനെ സംബന്ധിച്ച് അവര് ഈ ചീത്തപ്പേര് സമ്പാദിച്ചില്ല, പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞില്ലല്ലോ. അവരുടെ തന്നെ മുഖ്യമന്ത്രി പുള്ളിയെ കൊണ്ട് രാജിവെച്ചു. അപ്പം ഭരണമില്ലല്ലോ, സ്വാഭാവികമായി ഭരണമില്ല. അപ്പൊ സസ്പെൻഡ് ചെയ്തു എന്നുള്ളൊരു പേര് മോദി ആ പേരുദോഷം കേൾപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കാരണം എനിക്ക് തോന്നുന്നു BJP-യുടെ ഒരു നിലപാടും അങ്ങനെയാണ്. കാരണം അവർ ഈ സർക്കാരുകളെ പിരിച്ചുവിടുന്നതിനെതിരെ ഏറ്റവും സമരം, ഞങ്ങൾ കയറിക്കുന്ന ആരെയും പിരിച്ചുവിടുന്നതിന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഏതായാലും ഈ ഇപ്പൊ ബംഗാളിൽ നടക്കുന്നത് ഒരു വലിയ ലഹളയിലേക്ക് അത് കാര്യം പോകും. ഒരുപക്ഷെ അടുത്ത ഇലക്ഷനിൽ BJP-ക്ക് കുറച്ചുകൂടെ ഗുണം ചെയ്യുമായിരിക്കും. ഒരുപക്ഷെ അങ്ങനെ ഒരു മോഹം BJP-ക്കാരുടെ മനസ്സിലുണ്ടോ എന്ന് അറിയത്തില്ല. ഇതിങ്ങനെ പോട്ടെ, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, എന്നിട്ട് ഇങ്ങനെ ആക്കാമോ. കാരണം ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അത്ര ശരിയുള്ള ദിവസങ്ങളല്ല ധനുഷ്. നവരാത്രി വരുന്നുണ്ട്, വലിയ ആഘോഷമാണ് പശ്ചിമ ബംഗാളിൽ നടക്കുന്നത്, നവരാത്രി ആഘോഷം, കാളി പൂജയൊക്കെ. കഴിഞ്ഞ പ്രാവശ്യവും ഈ ദുർഗാപൂജയുടെ പന്തലുകളൊക്കെ ആക്രമിക്കപ്പെട്ടിരുന്നു ബംഗ്ലാദേശിലും ബംഗാളിലും ഒക്കെ. ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അത്ര ചില്ലറ ദിവസങ്ങളല്ല. അത് വരുന്നുണ്ട്, ഗണേശോത്സവം വരുന്നുണ്ട്, രാമനവമി വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. ഇനി അനവധി ആഘോഷങ്ങൾ വരുന്നു, ഹനുമാൻ ജയന്തി കടന്നുപോയി, അതും വലിയ കുഴപ്പമില്ലാതെ പോയി. ഇനി വരുന്ന ഒരു സരസ്വതി പൂജയുണ്ട്, സരസ്വതി നിമഞ്ജന ഘോഷയാത്രയുണ്ട്. അങ്ങനെ അനവധി ആഘോഷങ്ങൾ, ദീപാവലി വരുന്നു. ഇനി ഒരു ആഘോഷത്തിന്റെ രാവുകളാണ് ഇനി മുതൽ നോർത്ത് ഇന്ത്യയിൽ മുഴുവൻ നടക്കുന്നത്. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു സംഘർഷം, ഒരു കലാപം വരുമ്പോൾ അത് എത്രത്തോളമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതായത് വലിയൊരു വിഷയമായി മാറുമെന്ന് കരുതി അതൊരു തർക്കവുമില്ല. ആ ഒരു ലെവലിലേക്ക് ഇപ്പൊ പോകുന്നു. പഴയ പോലല്ല. ഒരു 4 വർഷം മുമ്പ് സമാനമായ ഒരു കലാപം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് TMC BJP ആയിരുന്നു. ഇന്ന് TMC BJP അല്ല. പകരം TMC ബാക്ക് ചെയ്യുന്നു, BJP ബാക്ക് ചെയ്യുന്നുണ്ടാകാം. 2 വിഭാഗങ്ങൾ തമ്മിലായി മാറിയിരിക്കുന്നു. ഒരു വിഭാഗത്തിന്റെ അടി മാത്രമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, മറുവിഭാഗത്തിന് തിരിച്ചടി ഉണ്ടായിട്ടില്ല. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് പറയുന്നു വലിയ രീതിയിൽ പുറത്തുനിന്ന് ആളെ ഇറക്കിക്കൊണ്ട് ഞങ്ങളുടെ ആൾക്കാരെ കൊല്ലുന്നു, ഇല്ലെങ്കിൽ ഞങ്ങളെ ആൾക്കാരെ മർദ്ദിക്കുകയാണ് BJP-ക്കാരെന്ന് പറയുന്നു. അതിനുള്ള സാധ്യതകൾ. പിന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ബീഹാറിന്റെ അതിർത്തി, അതായത് കുച്ച് ബീഹാർ എന്ന് പറയുന്ന ബീഹാറുമായിട്ട് ബംഗാള് അതിർത്തി പങ്കിടുന്ന ഇടം, അവിടെ ബജരംഗ് ദൾ വലിയ രീതിയിൽ മുന്നൊരുക്കം നടത്തുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ബീഹാറിൽ. അവിടെ നിന്ന് ഈ കയറി അടിക്കും എന്നുള്ള രീതി. പക്ഷെ ഈ കുച്ച് ബീഹാറും ഒക്കെ BJP-ക്ക് സ്വാധീനമുള്ളതാണ്. ആ ഭാഗത്തൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല.
ഈ ബംഗാളിലോട്ട് ഇപ്പോഴും ബംഗ്ലാദേശിൽ നിന്ന് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അഭയാർത്ഥികളുടെ ഒഴുക്ക് ഉണ്ടാകുന്നുണ്ടോ? കാരണം ഈ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 6 ജില്ലകൾ, അതായത് ബംഗ്ലാദേശും ബംഗാളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ബംഗാളിലെ 6 ജില്ലകളിൽ ഇവന്മാർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 ജില്ലകൾ ഇവർ ഭൂരിപക്ഷമായി കഴിഞ്ഞു എന്ന് മനസ്സിലായി. സത്യം പറയട്ടെ, നമ്മൾ ഈ ചിക്കൻ ഞെക്ക് മാങ്ങാത്തൊലി എന്നൊക്കെ പറയുമെങ്കിലും ഈ ബംഗ്ലാദേശ് കൃത്യമായിട്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓപ്പറേറ്റ് ചെയ്ത് അവന്മാർ ഇവിടെ നിന്ന് എങ്ങനെ പിളർത്തിക്കൊണ്ട് പോകാം എന്ന് കറക്റ്റ് ആയിട്ട് അവന്മാർ ഈ 6 ജില്ലകളിൽ അവന്മാർ ആൾക്കാർ തിരികെ കയറ്റി ഒന്ന് സ്വിച്ചിട്ട് കഴിഞ്ഞാൽ മമതാ ബാനർജി എടുത്ത് തോട്ടിൽ എറിഞ്ഞിട്ട് അവന്മാർ പിളർത്തിക്കൊണ്ട് പോകാനുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇത് കൃത്യമായിട്ട് അവന്മാർ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആണത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. പിന്നെ അല്ല രണ്ടാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ബംഗ്ലാദേശിൽ നിന്ന് നമ്മൾ CAA NRC ഒക്കെ നടപ്പാക്കിയില്ല, എന്തുകൊണ്ട് അവന്മാരെ പിടിച്ച് പുറത്താക്കുന്നില്ല? രണ്ടാമത്തെ കാര്യം, ഇവിടെ നിന്ന് കയറി വരുന്നുണ്ടോ ചോദിച്ചോട്ടെ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോഴും കയറി? കാരണം അത് ചോദിക്കാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം വളരെ ധൈര്യത്തിൽ ആ വീഡിയോ കണ്ടില്ലേ, ബംഗ്ലാദേശിൽ നിന്ന് ഒരു മുസ്ലിം മത നേതാവ് പറയുകയാണ്, ഞങ്ങളുടെ മുസ്ലിങ്ങളായിട്ടുള്ള ആരെങ്കിലും ഒരാളുടെ ദേഹത്ത് നിങ്ങൾ കൈവച്ചാൽ ഞങ്ങൾ അതിർത്തി കടന്നെത്തി നിങ്ങളെ തീർക്കുമെന്ന് പറയുകയാണ്. എന്താണിത്? വെള്ളരിക്കപ്പെട്ടോ? നമ്മളൊരു അല്ല ജനാധിപത്യ രാജ്യത്തല്ലേ അല്ല അതിന്റെ താമസിക്കുന്നത്? അതിന്റെ അല്ല നല്ലൊരു ചോദ്യം. അതിന്റെ ഒരു റിയാലിറ്റിയിലേക്ക് ഞാൻ വരാം. അതായത് ഈ പശ്ചിമ ബംഗാളിലേക്ക് ഈ കുടിയേറ്റക്കാർ വന്നത് മമത വന്നതിന് ശേഷമാണ്. CPM ഉം, ഭരിക്കുന്ന കാലത്തുണ്ട്. അതായത് വരാൻ കാരണം വെച്ചാൽ ഈ ബംഗാളിന്റെ ഭാഗമായിരുന്നല്ലോ ബംഗ്ലാദേശ്. ഇപ്പൊ ഇവര് തമ്മിൽ റിലേഷൻസ് ഉണ്ട്, ബന്ധങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പൊ മുമ്പ് നമുക്ക് തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ അതിർത്തി വഴിയും അതിർത്തി ബംഗ്ലാദേശും ബംഗാളും ഒക്കെ ആയിട്ട് ഒരുപോലെയുള്ള രീതിയിൽ തന്നെയാണ് സംസ്കാരമായാലും കാര്യങ്ങളായാലും. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടും ഇവിടുന്ന് ആ ഒരു കാലഘട്ടത്തിൽ അവിടുന്ന് വന്ന് കുടിയേറിയവർ ഒരുപാട് പേര്. അവർ ഇവിടെ മാത്രമല്ല കുടിയേറിയിരിക്കുന്നത്, അസ്സാമിൽ അവർ കുടിയേറിയിട്ടുണ്ട്. അതാണ് അസ്സാമികൾ പറയുന്നത് 1971 ശേഷം, 71 മുമ്പ് വന്നത് ഞങ്ങൾ സഹിച്ചു പോട്ടെ ഇവിടെ ഇരുന്നു, 71 ശേഷം വന്നവര് വേണ്ട എന്ന് പറയുന്നുണ്ട്. ഉം, അപ്പോ ഈ പറയുന്ന ഇവര് കുടിയേറി, ഈ കുടിയേറികൾക്കെല്ലാം തന്നെ വോട്ടേഴ്സ് ID കാർഡുകൾ വെച്ചു. ഇവിടുന്ന് വിവാഹം കഴിച്ചവരുണ്ട്, ഇവിടെ ഭൂമി വാങ്ങിയവരുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ് ചോദിച്ചുകൊണ്ട് ഇവരെ എന്താണ് NRC വെച്ചിട്ട് പുറത്താക്കിക്കൂടെ എന്ന് വെച്ചാൽ അത് പെട്ടെന്ന് പുറത്താക്കാൻ പറ്റുന്ന ഒരു പ്രക്രിയ അല്ലത്. കാരണം 10ഉം 40ഉം 50ഉം വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവര്, അതിനു മുമ്പേ താമസിക്കുന്നവര്, അവരുടെ മക്കൾ അങ്ങനെ വിഭാഗമുണ്ട്, വലിയ വിഭാഗം. കാരണം നമ്മളൊരു രാജ്യത്തു നിന്ന് ഇവരെ പിടിച്ച് പുറത്താക്കുമ്പോൾ മറ്റേ രാജ്യം കൂടെ അംഗീകരിക്കണം ഞങ്ങളുടെ പൗരനാണെന്ന്. അവര് പറയാം അവരുടെ കയ്യിൽ രേഖയില്ലെന്ന്. ശരിയാണ്, രേഖ ഇവിടെയും ഇല്ല. കാരണം ഇവർ എവിടുന്ന് വന്നു ഏതാണെന്ന് അറിയത്തില്ല. നമുക്കറിയാം ഇത് ബംഗ്ലാദേശിയാണ്, പക്ഷെ അവന്റെ എല്ലാ റെക്കോർഡ്സും ഇവിടെയാണ്. കാരണം പണ്ട് പുരാതന കാലത്ത് വന്നൊരു ബഹുഭൂരിപക്ഷം ജനമുണ്ട്. ഇപ്പൊ റീസെന്റ്ലി വരുന്ന ഒരു 10 വർഷത്തിനകം വരുന്നവരെ നമുക്ക് വ്യാജ തിരിച്ചറിയൽ കാർഡൊക്കെ സംഭവിച്ച് പിടിക്കാൻ പറ്റും. അതിൽ കുറച്ച് ശതമാനം പേരേ ഉണ്ട്. പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് നിലവിലത്തെ അല്ല, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാര് വലിയ രീതിയിൽ വരുന്നില്ല. പക്ഷെ ഇവർ ഉം, അനധികൃതമായ വഴികളിൽ, പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ബസ്സിലും ട്രെയിനിലും ഒക്കെ ഇങ്ങനെ കൂട്ടത്തോടെ വരികയാണെങ്കിൽ ഇന്നതില്ല. പകരം അനധികൃതമായ രീതിയിൽ ഇവിടെ എത്തുന്നുണ്ട്. അനധികൃതമായ രീതിയിൽ എത്തുന്നവരാണ് നമ്മുടെ കേരളത്തിലടക്കം ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ ത്രിപുരയിലടക്കമുള്ള എല്ലായിടത്തും റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ പോലീസ് വളരെ വിശദമായി തന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ഈ ബംഗ്ലാദേശികളെ തിരിച്ചറിയാൻ എളുപ്പമാണ്. നമ്മളെ സംബന്ധിച്ച് ഈ ബംഗ്ലാദേശികളെ കണ്ടെത്താൻ വലിയ പ്രയാസമാണ്. നമുക്ക് എല്ലാവരും ഭായിമാരാണ്. അതുകൊണ്ട് നമ്മൾ അതെ. ബംഗാളിയെയും ആസാമിയുടെ ഒരു രൂപമൊക്കെയാണ് ഇവർ. ബംഗാളിയെയും ആസാമിയെയും ഒക്കെ കണ്ടാൽ നമുക്ക് ഒരുപോലെയാണ്. ഇവരെല്ലാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ആസാമിയാണെന്ന് പറയും. ആക്ച്വലി ആസാമികൾ കുറവാണ് ഇവിടെ പണിയെടുക്കുന്നത്. അവൻ ഉം, ഈ പട്ടിപ്പണി എടുക്കാൻ വരാറുമില്ല ആസാമി. അപ്പം ഈ വരുന്നത് മുഴുവൻ ഈ ബംഗ്ലാദേശിൽ നിന്ന് ഇല്ലീഗലായിട്ട് ഇവിടെ കയറി കൂടുന്നവരാണ് മുഴുവൻ പേരും വരുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു വലിയ കാര്യം ഈ രാജ്യത്ത് നടക്കുന്നത്. അപ്പം ഇവരെ പുറത്താക്കുന്നത് എന്തായാലും കുറച്ച് പേര് പണ്ട് പുരാതന കാലത്ത് വന്ന കുറച്ച് പേര് ഇവിടെ എന്തായാലും ഉണ്ട്. അത് പെർമനന്റ് ആയിട്ട് തന്നെ നിൽക്കും. ഇവരെ ഒന്നും പിടിച്ച് പുറത്താക്കാൻ അസാധ്യമാണ്. ഇല്ലെങ്കിൽ ഈ ആസാമിൽ 1971 ശേഷം വന്ന് അവരെ പുറത്താക്കുകയാണെങ്കിൽ നമുക്ക് രാജ്യം മുഴുവൻ സിസ്റ്റം നടപ്പാക്കാൻ പറ്റും 71 ശേഷം ഉള്ളത്. പക്ഷെ അവിടെയും ചില പ്രയാസകരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം ഇതിന്റെ രേഖകളൊന്നും ഉം, ഇവിടെ ഒരു ഈ രാജ്യത്ത് കുത്തഴിഞ്ഞൊരു ഭരണമല്ല നടന്നുകൊണ്ടിരുന്നത്. ഏതെങ്കിലും രേഖയുണ്ടോ? സ്വന്തം കുടുംബം പോലെ സ്ഥലം എഴുതി കൊടുക്കുക, ഇല്ലെങ്കിൽ നീ വന്ന് കയറി താമസിച്ചു, ബോംബ് ഉണ്ടാക്കണം, ഇപ്പുറത്തിരുന്ന് ഉണ്ടാക്കിക്കോ എന്നൊക്കെ പറയുന്ന ഒരു ഒരു എന്താ പറയുന്നത്, വെളിവും വെള്ളിയാഴ്ചയില്ലാത്ത കുറെ ഭരണാധികാരികൾ എന്തെങ്കിലുമൊക്കെ കാണിക്കും. അവരെ പുകഴ്ത്തിക്കൊണ്ട് കുറെ അധികം മാധ്യമങ്ങൾ അവരിങ്ങനെ അവദാനങ്ങൾ പുകഴ്ത്തി പാടുകയാണ്. അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, മറ്റവരങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു ഈ രാജ്യം ഇന്ന് എവിടെ പോയി എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് ഉം, ഈ എല്ലാവരും പറയുന്നുണ്ടല്ലോ ന്യൂനപക്ഷ പീഡനമാണ് ഈ രാജ്യത്ത് നടക്കുന്നത്. ഞാൻ ഉറപ്പിച്ച് പറയാൻ കഴിയും, ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭൂരിപക്ഷ പീഡനമാണ് നടക്കുന്നത് എല്ലായിടത്തും. അതൊന്നും ആരും വാർത്തയാക്കാറില്ല, അതൊന്നും വാർത്തയിൽ വരാറുമില്ല. നമ്മളെ കണക്ക് കുറച്ച് പേര് കാണുമായിരിക്കും ഈ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട്. പക്ഷെ അത് എത്ര പേരിലേക്ക് എത്തുന്നുണ്ടെന്ന് നമുക്കറിയില്ല. എങ്കിൽ പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഈ സത്യം ഒരാളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വാർത്ത ഒരാളെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ അത് ഉണ്ടാവില്ല, ഇങ്ങനെയാണ് ഇതിന്റെ റിയാലിറ്റി എന്നുള്ളത്. ആ റിയാലിറ്റി മനസ്സിലാകണം. ഏതായാലും ഒരു വലിയ തിരിച്ചടി ഉണ്ടാകുമായിരിക്കും ഇപ്പോഴല്ലെങ്കിൽ അത് ഭാവിയിൽ. കാരണം ഇനി വരാൻ പോകുന്ന ഉത്സവ സീസണുകളാണ് അവിടെ. സ്വാഭാവികമായി തന്നെ സംഘർഷത്തിന് ഒരുപാട് സാധ്യതകൾ നിലനിൽക്കുന്നു.
അങ്ങനെ പോകുന്നു. ഇപ്പൊ നിലവിലത്തെ കാര്യത്തിന് റൈറ്റോ അല്ലെങ്കിൽ മറ്റ് ക്രൈംസ് ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല വെസ്റ്റ് ബംഗാളിൽ നിന്ന്. അസാമിൽ നിന്നുള്ളത് ആ പ്രശ്നം തീർന്നു. ത്രിപുരയിൽ ഇപ്പൊ വിഷയങ്ങളൊന്നും തന്നെ ഇല്ല. ഇത് വേറെ എവിടെയൊക്കെയാണ് ഈ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയത്തില്ല. ഇപ്പൊ കർണാടകത്തിലൊക്കെ ഇത് കുത്തിപ്പോയിക്കൊണ്ട് വരുന്നുണ്ട്. കാരണം ശ്രദ്ധേയമായ കാര്യം, പോപ്പുലർ ഫ്രണ്ട് കേരളത്തിൽ സൈലന്റ് ആയി, അല്ല ഈ SDPIക്കാർ ഈ വിഷയം വന്നതിന് ശേഷം. പകരം അവർ മറ്റുള്ളടത്ത് കലാപം, അതായത് കേരളം എന്ന് പറയുന്ന അവരുടെ ഹെഡ് ഓഫീസാണ് SDPIയെ സംബന്ധിച്ച്. അവിടെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് nന്നായിട്ട് അറിയാം. കാരണം കേന്ദ്രം നോട്ടമിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയയാണ് ഇവിടുത്തെ SDPI കേന്ദ്രങ്ങൾ. ഇവിടെ പണി പാളുമെന്നുള്ളത് കൊണ്ടും അവർക്ക് വലിയ ഫണ്ട് റേസിംഗ് നടത്താൻ പറ്റുന്ന ഒരു ആളായതുകൊണ്ടും അവർക്ക് കുറെ സപ്പോർട്ട് കിട്ടുന്നത് കേരളത്തിൽ നിന്നാണ്. അതായത് നമ്മുടെ മാധ്യമങ്ങളായാലും മതേതരക്കാരായാലും ഒക്കെ SDPIയെ സപ്പോർട്ട് കിട്ടുന്ന ഒരു സ്ഥലം കേരളമാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉള്ള മുഴുവൻ കാര്യങ്ങളും പോകും എന്ന് അവർക്ക് നന്നായി അറിയാവുന്നതാണ് ഇവിടെ പ്രതിഷേധ പ്രകടനം പോലും അവർ നടത്താതിരിക്കുന്നത്. പകരം ജമാഅത്ത് ഇസ്ലാമിയാണ് ഇറക്കി വിട്ടിരിക്കുന്നത്. അവർ കരിപ്പൂർ നടത്തിയ പ്രകടനം കണ്ടില്ല. ഹമാസിന്റെ ഈ ഹമാസും വഖഫ് ബോർഡും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അറിയത്തില്ല. ഏതായാലും ഹമാസിന്റെ വെച്ച് പ്രകടനവും കാര്യങ്ങളൊക്കെ നടത്തി. അതിനകത്ത് ഒരാളെ കണ്ട് അതിക്രമിച്ച് കിടന്ന് റിമാൻഡിലെങ്ങാണ്ടാണെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ ഒരു ടെസ്റ്റ് ഡോസ് ആണ്. ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയാനുള്ള ഒരു ടെസ്റ്റ് ഡോസ് ആണ് അവന്മാർ. അതെ അതെ. അല്ല, അവന്മാര് വിജയിച്ചത്, അവന്മാരത് വിജയിച്ചു. കാരണം കേരളത്തിൽ ഒറ്റ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. കുറെ യൂട്യൂബ് ചാനൽസുകളും കുറെ ഓൺലൈൻ മാധ്യമങ്ങളും അല്ലാതെ വേറൊരു ഒറ്റ മുഖ്യധാര മാധ്യമങ്ങൾ ആ വിവരം റിപ്പോർട്ട് ചെയ്തില്ല. എനിക്ക് തോന്നുന്നു ന്യൂസ് 18 മാത്രം കണ്ട അത് ചർച്ചയ്ക്ക് എടുത്തതെന്ന് തോന്നുന്നു. നേരെ മറിച്ച് ഉത്തരേന്ത്യയിൽ ഒരു കൊതുക് കുത്തി ഒരാള് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ചർച്ച വെക്കും ദിവസങ്ങളോളം. ആ ടീംസ് ഒക്കെയാണ് ഇത് കണ്ടില്ല, കാണത്തില്ല. ഇനിയിപ്പോ കണ്ടോണം, ബംഗാളിൽ നിന്ന് തിരിച്ചടിയുടെ ഏതെങ്കിലും ഒരു വാർത്ത മുക്കിനും മൂലയ്ക്കും വന്നു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളതൊക്കെ ചെറിയ വാർത്തയായിരിക്കും, എവിടെങ്കിലും ഒക്കെ ചെറിയ പ്രാദേശിക സംഘർഷമായിരിക്കും. പക്ഷെ ഇവിടെ ഹെഡ്ലൈൻ ആയിരിക്കും, വലിയ ഹെഡ്ലൈൻ. ബംഗാളിൽ എന്താണ് ഹിന്ദു ഭീകരർ അല്ലെങ്കിൽ സംഘപരിവാർ ഭീകരത അഴിഞ്ഞാടും എന്നൊക്കെ പറഞ്ഞ് വരും. സത്യത്തിൽ ഈ കലാപത്തിന്റെ ഒന്നും ഈ സംഘർഷം അവിടെ ഉണ്ടാകുന്നതിന്റെ പിന്നിൽ ഒരുപക്ഷെ സംഘപരിവാർ ആയിരിക്കണം എന്നില്ല. അനവധി ഹൈന്ദവ സംഘടനകളുണ്ട്. നമ്മുടെ കേരളത്തിൽ അത് അറിയാൻ പാടില്ല എന്നിട്ടാണ്. കേരളത്തിൽ നമ്മൾ നോക്കുമ്പോൾ വിശ്വ ഹിന്ദു ഐക്യവേദി RSS എന്നൊക്കെ ഉള്ളൂ. പക്ഷെ കേരളം വിട്ടുകഴിഞ്ഞാൽ അനവധി സേനകളും മറ്റുള്ളതും ഒക്കെ ഉണ്ട്. ഇതെല്ലാം BJPയുടെ RSSന്റെ അല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അതും മനസ്സിലാകാതാണ് ഈ പറയുന്നത്. കർണിസേന BJPയുടെ എന്തോ ബന്ധം? ഒരു ബന്ധവുമില്ല. പക്ഷെ അത് അടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇവർ BJP ആയിട്ട് ബന്ധിപ്പിച്ച് കർണിസേന നിങ്ങളുടെ പാർട്ടിയാണ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ള മാധ്യമങ്ങൾ പറഞ്ഞു പരത്തും. അതാണ് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ഹോബി എന്ന് പറയും. എന്തായാലും താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.